വശത്ത് സമാധാനത്തിനായുള്ള ഫോൺ വിളി, മറുവശത്ത് ആകാശം കീറിപ്പാഞ്ഞെത്തിയ ബാലിസ്റ്റിക് മിസൈലുകൾ. വെറും 24 മണിക്കൂറിനുള്ളിൽ ലോകം പ്രതീക്ഷയിൽ നിന്ന് വീണ്ടും യുദ്ധത്തിന്റെ തീച്ചൂളയിലേക്ക് വീണു. ട്രംപും പുടിനും തമ്മിലുള്ള നിർണായക ചർച്ചയ്ക്ക് പിന്നാലെ റഷ്യ എന്തുകൊണ്ടാണ് യുക്രൈന് നേരെ ഇത്രയും വലിയ ആക്രമണം നടത്തിയത്? ഇത് പ്രതികാരമാണോ, അതോ ലോകത്തിന് മുന്നിലേക്കുള്ള പുതിയ ശക്തി പ്രകടനമോ? റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുള്ള ആ ആക്രമണത്തിന്റെ എല്ലാ വിവരങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. ജൂലൈ 6 പുലർച്ചെയായിരുന്നു യുക്രൈനിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ആക്രമണം ആരംഭിച്ചത്. യുക്രൈന്റെ വ്യോമസേന പുറത്തുവിട്ട വിവരം അനുസരിച്ച് റഷ്യ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയായിരുന്നു. ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതോടെ തലസ്ഥാന നഗരത്തിലാകെ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് ഉടൻ സുരക്ഷിത ഷെൽട്ടറുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയതായി സ്ഥലത്തുണ്ടായിരുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പുലർച്ചെയോടെ യുക്രൈനിൽ 10ലധികം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി അവരുടെ റിപ്പോർട്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് യുക്രൈന്റെ സൈനിക ഭരണകൂട മേധാവി ടൈമുർ ടകാചെങ്കോ ടെലിഗ്രാമിലൂടെ പ്രതികരിച്ചു. ശത്രു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ മേയർ വിറ്റാലി ക്ലിച്ച്കോയും ജനങ്ങളോട് പരമാവധി ജാഗ്രത പാലിക്കാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും അഭ്യർത്ഥിച്ചു. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിരവധി മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തകർത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ചില മിസൈലുകൾ നഗരത്തിലെ വിവിധ മേഖലകളിൽ പതിച്ചതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് യുക്രൈനിലെ പൊഡിൽസ്കി ജില്ലയിലാണ്. ഇവിടെ ഒരു ബഹുനില റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടം ഭാഗികമായി തകർന്നതായി അധികൃതർ സ്ഥിരീകരിച്ചു. ആക്രമണ സമയത്ത് നിരവധി കുടുംബങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം പരിശ്രമിച്ചു. മരണസംഖ്യയെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിലും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. യുക്രൈനിന് സമീപമുള്ള ബുച്ച നഗരത്തിലും ആക്രമണത്തിന്റെ ആഘാതം അനുഭവപ്പെട്ടു. ഇവിടെ കുറഞ്ഞത് 3 പേരെയെങ്കിലും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. ഒരിക്കൽ റഷ്യൻ അധിനിവേശത്തിന്റെ ഏറ്റവും ക്രൂരമായ ഓർമ്മകൾ ലോകത്തിന് മുന്നിലെത്തിച്ച നഗരമാണ് ബുച്ച. അതേ പ്രദേശം വീണ്ടും ആക്രമണത്തിന്റെ ലക്ഷ്യമാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് പഴയ ദുരനുഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. സമീപ ആഴ്ചകളിൽ റഷ്യയുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണശാലകൾ, സൈനിക താവളങ്ങൾ, പ്രതിരോധ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് യുക്രൈൻ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. റഷ്യയുടെ ആഴത്തുള്ള പ്രദേശങ്ങൾ വരെ എത്തുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ യുദ്ധത്തിന്റെ സ്വഭാവം അതിർത്തി പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇരു രാജ്യങ്ങളുടെയും ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. യുക്രൈന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് റഷ്യ ഇപ്പോൾ കൂടുതൽ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ തകർക്കുകയാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ജനവാസ മേഖലകൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കുന്നതിനാൽ സാധാരണക്കാരാണ് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത്. ഇതിനിടെ റഷ്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട ക്രിമിയയിലും സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണ്. ക്രിമിയയുടെ ഗവർണർ മിഖായൽ റസ്സഷോവിന്റെ വാക്കുകൾ പ്രകാരം സെവാസ്റ്റോപോൾ നഗരത്തിലുള്ള വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളെ യുക്രൈൻ ലക്ഷ്യമിട്ട ആക്രമണത്തെ തുടർന്ന് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അടിയന്തര അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. റഷ്യയുടെ നാവികസേനയുടെ പ്രധാന താവളങ്ങളിലൊന്നായ സെവാസ്റ്റോപോളിനെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ റഷ്യയെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. എന്നാൽ ഈ ആക്രമണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് അതിന്റെ സമയമാണ്. വെറും ഒരു ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഏകദേശം 90 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണം നടത്തിയത്. ഇരുവരും തുറന്നതും പ്രായോഗികമായ ചർച്ചയാണ് നടത്തിയതെന്ന് റഷ്യൻ സർക്കാർ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ, നിലവിലെ യുദ്ധ സാഹചര്യം, ഭാവിയിലെ നയതന്ത്ര നീക്കങ്ങൾ എന്നിവയാണ് ചർച്ചയിലെ പ്രധാന വിഷയങ്ങളായിരുന്നുവെന്നാണ് ക്രെംലിൻ വ്യക്തമാക്കിയത്. ക്രെംലിൻ സഹായി യൂറി ഉഷാക്കോവിന്റെ വിശദീകരണം അനുസരിച്ച് യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കാമെന്ന തന്റെ നിലപാട് ട്രംപ് ആവർത്തിച്ചു. അതേസമയം യുദ്ധഭൂമിയിലെ യഥാർത്ഥ സാഹചര്യം ട്രംപിന് വിശദമായി അവതരിപ്പിച്ചതായി പുടിനും വ്യക്തമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. കൂടാതെ യുക്രൈനും ചില യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കുന്നതിലല്ല, മറിച്ചത് കൂടുതൽ ദൈർഘ്യമേറിയതും ശക്തവുമാക്കുന്നതിലാണെന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്തു. ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി പ്രത്യേകം സംസാരിച്ചു. ആ സംഭാഷണത്തിന് ശേഷം സെലൻസ്കി നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ അവസരം ഇപ്പോഴും നിലനിൽക്കുന്നു. അമേരിക്കയുടെ ദൃഢനിശ്ചയവും നേതൃത്വവും ഈ ഘട്ടത്തിൽ നിർണായകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്ക കൂടുതൽ ശക്തമായ നയതന്ത്ര ഇടപെടൽ നടത്തുകയാണെങ്കിൽ സമാധാന ചർച്ചകൾക്ക് വീണ്ടും ജീവൻ ലഭിക്കാമെന്ന പ്രതീക്ഷ യുക്രൈൻ ഇപ്പോഴും കൈവിടാത്തതിന്റെ സൂചനയായിരുന്നു ഈ പ്രസ്താവന.
അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ താരതമ്യേന ശമിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ശ്രദ്ധ വീണ്ടും റഷ്യ-യുക്രൈൻ യുദ്ധത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഈ യുദ്ധത്തിന് രാഷ്ട്രീയപരമായ പരിഹാരം കണ്ടെത്താൻ കൂടുതൽ സജീവമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ യുക്രൈനിലുണ്ടായ പുതിയ മിസൈൽ ആക്രമണം കാണിക്കുന്നത് യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം ഇപ്പോഴും നയതന്ത്ര ചർച്ചകളിൽ നിന്ന് വളരെ അകലെയാണ് എന്നാണ്. ഇതിനിടെ തുർക്കിയിൽ നടക്കാനിരിക്കുന്ന നിർണായക നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഉച്ചകോടിയിൽ യുക്രൈനുള്ള സൈനിക സഹായം, യൂറോപ്യൻ സുരക്ഷ, റഷ്യക്കെതിരായ ഉപരോധങ്ങൾ, നാറ്റോയുടെ ഭാവി പ്രതിരോധ നയം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. അത്തരമൊരു നിർണായക യോഗത്തിന് തൊട്ടുമുമ്പ് റഷ്യ നടത്തിയ ഈ ശക്തമായ ആക്രമണം ഒരു സൈനിക നീക്കം മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. 3 വർഷത്തോളമായി തുടരുന്ന ഈ യുദ്ധം ഇപ്പോൾ പുതിയതും കൂടുതൽ അപകടകരവുമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര ആക്രമണങ്ങളും സൈബർ യുദ്ധവും ഉൾപ്പെടുന്ന ബഹുമുഖ പോരാട്ടമായി ഇത് മാറിക്കഴിഞ്ഞു. ഓരോ ദിവസവും സമാധാനത്തിന്റെ പ്രതീക്ഷകൾ ഉയരുമ്പോൾ അതേ വേഗത്തിൽ പുതിയ ആക്രമണങ്ങളും ലോകത്തെ ഞെട്ടിക്കുകയാണ്. യുക്രൈനിലുണ്ടായ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും അതിനു മുന്നോടിയായ ട്രംപ് പുടിൻ ഫോൺ സംഭാഷണവും ചേർന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിൽ ആയുധങ്ങളാണ് ഇപ്പോഴും അവസാന വാക്ക് പറയുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നാറ്റോ ഉച്ചകോടി, അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ, റഷ്യയുടെ സൈനിക തീരുമാനങ്ങൾ, യുക്രൈന്റെ പ്രത്യാക്രമണങ്ങൾ എന്നിവ ഈ യുദ്ധത്തിന്റെ അടുത്ത അധ്യായം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും.